CPM മന്ത്രിമാരുടെ വകുപ്പുകളിൽ ധാരണ. ധനവകുപ്പ് തോമസ് ഐസക്കിന്, കടകംപള്ളിക്ക് വൈദ്യുതി, TP രാമകൃഷ്ണൻ എക്സൈസ്, EP ജയരാജന് വ്യവസായം, വിദ്യാഭ്യാസം C രവീന്ദ്രനാഥിന്. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രമിറക്കുമെന്ന് തോമസ് ഐസക്. നടപ്പാക്കുക ഇടതുമുന്നണിയുടെ മദ്യനയമെന്ന് TP രാമകൃഷ്ണൻ. VS സുനിൽകുമാർ, E ചന്ദ്രശേഖരൻ, P തിലോത്തമൻ, K രാജു എന്നിവർ CPI മന്ത്രിമാരാകും. 4 പേരും പുതുമുഖങ്ങൾ. മന്ത്രിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കി C ദിവാകരൻ. എന്റെ പ്രതികരണം കുറെ സാവകാശം കഴിഞ്ഞ് ഉണ്ടാകും. NCPയിലും JDSലും മന്ത്രിമാരെ ചൊല്ലി ഭിന്നത തുടരുന്നു. KPCC നേതൃത്വത്തിന് വനിതാ നേതാക്കളുടെ രൂക്ഷ വിമർശം. സ്ത്രീകളെ നേതൃത്വം വിറകുവെട്ടികളും വെള്ളം കോരികളുമായാണ് കാണുന്നതെന്ന് ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും. പ്രതിപക്ഷ നേതാവിനെ തർക്കമില്ലാതെ തെരഞ്ഞെടുക്കുമെന്ന് നിർവാഹക സമിതി യോഗത്തിൽ ഉമ്മൻചാണ്ടി. തെരഞ്ഞെടുപ്പിൽ മദ്യനയം തിരിച്ചടിയായിട്ടില്ലെന്ന് VM സുധീരൻ. കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് കുളിക്കാനിറങ്ങിയ 3 കുട്ടികൾ മുങ്ങി മരിച്ചു. മരിച്ചവരിൽ സഹോദരങ്ങളും. അപകടം ചെങ്ങളായി പുഴയിൽ. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക്. CPM മന്ത്രിമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചു. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചും ധാരണയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകളും തോമസ് ഐസക് ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യും. MM മണിയെ ചീഫ് വിപ്പാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പിണറായി വിജയനെ CPM നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തുകൊണ്ടുള്ള കത്ത് ഗവർണർക്ക് കൈമാറി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ മന്ത്രിമാരുടെ പട്ടികയ്ക്കാണ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് അംഗീകാരം നൽകിയത്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചും പാർട്ടിക്കുള്ളിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരവും വിജിലൻസും കൈകാര്യം ചെയ്യും. തോമസ് ഐസക് വീണ്ടും സംസ്ഥാന ധനമന്ത്രിയാകും. AK ബാലന് തദ്ദേശവും പിന്നോക്കക്ഷേമ വകുപ്പും നൽകാനാണ് നിലവിൽ ധാരണ. EP ജയരാജന് വ്യവസായ വകുപ്പും, KK ശൈലജയ്ക്ക് ആരോഗ്യം, വനിതാ വികസന വകുപ്പും, G സുധാകരന് പൊതുമരാമത്ത് വകുപ്പും നൽകിയേക്കും. TP രാമകൃഷ്ണന് എക്സൈസ്, തൊഴിൽ വകുപ്പുകൾ നൽകാനാണ് ധാരണ. C രവീന്ദ്രനാഥിന് വിദ്യാഭ്യാസ വകുപ്പും, കടകംപള്ളി സുരേന്ദ്രന് വൈദ്യുതി വകുപ്പും നൽകുമെന്നാണ് സൂചന. AC മൊയ്തീൻ സഹകരണം, J മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് തുറമുഖം, KT ജലീൽ ടൂറിസം എന്നിങ്ങനെയും ധാരണയായിട്ടുണ്ട്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച നിലവിലെ ധാരണയിൽ ചില മാറ്റങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട്. കൂടുതൽ വകുപ്പുകളുടെ ചുമതലയും മന്ത്രിമാർക്ക് ലഭിച്ചേക്കും. മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്ന MM മണിയെ ചീഫ് വിപ്പായി നിയമിക്കും. S ശർമ്മയ്ക്ക് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി സ്ഥാനം നൽകാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. P ശ്രീരാമകൃഷ്ണനായിരിക്കും പുതിയ സ്പീക്കർ. ഇന്ന് ചേർന്ന CPM MLA മാരുടെ യോഗം പിണറായി വിജയനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. യോഗത്തിന് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ ഗവർണറെ സന്ദർശിച്ച് പിണറായി വിജയനെ നേതാവായി തെരഞ്ഞെടുത്ത കത്ത് കൈമാറി. ബുധനാഴ്ച രാവിലെ പിണറായി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. CPM പാർലമെന്ററി പാർട്ടി എടുത്ത തീരുമാനം അതിനനുസരിച്ചുകൊണ്ട് മറ്റു പാർട്ടികളുടെ പിന്തുണയും അറിയിച്ചുകൊണ്ടുള്ള കത്ത് ഗവർണർ കൈമാറി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ രൂപീകരണത്തിന് വേണ്ടി പിണറായി വിജയനെ ക്ഷണിക്കാൻ ഉള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. K സജീഷ്, മീഡിയ 1, തിരുവനന്തപുരം. മുതിർന്ന നേതാക്കളായ C ദിവാകരനെയും മുല്ലക്കര രത്നാകരനെയും ഒഴിവാക്കി CPIയുടെ മന്ത്രിപ്പട്ടിക. CPIയുടെ 4 മന്ത്രിമാരും പുതുമുഖങ്ങളാണ്. E ചന്ദ്രശേഖരൻ നിയമസഭാ കക്ഷി നേതാവാകും. V ശശിയാണ് ഡെപ്യൂട്ടി സ്പീക്കർ. E ചന്ദ്രശേഖരൻ, VS സുനിൽകുമാർ, P തിലോത്തമൻ, അഡ്വക്കേറ്റ് K രാജു എന്നിവരാണ് CPIയിൽ നിന്നുള്ള മന്ത്രിമാർ. ഇന്ന് ചേർന്ന സംസ്ഥാന നിർവാഹക സമിതി യോഗം തയ്യാറാക്കിയ പട്ടിക സംസ്ഥാന കൗൺസിൽ അംഗീകരിക്കുകയായിരുന്നു. പരിചയസമ്പന്നരായ ദേശീയ കൗൺസിൽ അംഗം C ദിവാകരൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ എന്നിവരെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമുയർന്നെങ്കിലും സംസ്ഥാന കൗൺസിലിന്റെ പിന്തുണയുണ്ടായില്ല. മന്ത്രിസഭയിലേക്ക് പുതുമുഖങ്ങൾ വേണമെന്ന മാനദണ്ഡമനുസരിച്ചാണ് ദിവാകരനെയും മുല്ലക്കരയെയും ഒഴിവാക്കിയതെന്ന് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അറിയിച്ചു. 4 പേരും പുതുമുഖങ്ങളായത് CPIയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയല്ല. ഇപ്പോഴും ഞങ്ങൾ മാനദണ്ഡം പാലിച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതുപോലെ തന്നെ ഈ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിലും അതേ നിലപാട് തന്നെ CPI സ്വീകരിച്ചു. കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരനും തൃശൂർ MLA VS സുനിൽകുമാറും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. മന്ത്രിമാരെന്ന നിലയിൽ പാർട്ടിയുടെ പ്രതീക്ഷയ്ക്കൊത്ത പ്രവർത്തനം ഉണ്ടാകുമെന്ന് ഇരുവരും മീഡിയ 1നോട് പറഞ്ഞു. കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലമായി പാർട്ടി പ്രവർത്തന രംഗത്തുള്ള എനിക്ക് പാർട്ടി നൽകിയ അംഗീകാരമായിട്ടാണ് ഞാനിത് കാണുന്നത്. പാർട്ടി ഏൽപ്പിച്ച ദൗത്യം വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിർവഹിക്കും. നമ്മൾ ചെയ്ത പറഞ്ഞ കാര്യങ്ങൾ അതെങ്ങനെയാണ് ഇദ്ദേഹം പ്രാവർത്തികമാക്കുന്നത് ജനങ്ങൾ നോക്കും. അപ്പോൾ അതിനു വേണ്ടി പരമാവധി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങേറ്റം വരെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പുനലൂരിൽ നിന്നുള്ള MLA ആണ് K രാജു. ചേർത്തല MLA P തിലോത്തമൻ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ചിറയൻകീഴ് MLA ആണ് ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട V ശശി. മീഡിയ 1, തിരുവനന്തപുരം. ഡോക്ടർ TM തോമസ് ഐസക് CPM നേതാവ്, അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് ചർച്ചയിൽ ചേരുന്നു.
ഡോക്ടർ ഫസൽ ഗഫൂർ MES പ്രസിഡന്റ്, അദ്ദേഹം കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് ചർച്ചയിലുണ്ട്. കെ വേണു രാഷ്ട്രീയ നിരീക്ഷകനും സാമൂഹിക ചിന്തകനും, അദ്ദേഹം തൃശൂർ ബ്യൂറോയിൽ നിന്ന് ഈ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഡോക്ടർ TM തോമസ് ഐസക്, സാമാന്യത്തിൽ കവിഞ്ഞൊരു പ്രതീക്ഷ ഈ സർക്കാരിൽ അർപ്പിക്കുന്നുണ്ട് ജനം. അത് കഴിഞ്ഞ സർക്കാരിനെതിരായ ജനവിധിയുടെ വലിപ്പം കൊണ്ടുകൂടിയാകാം. അത് ഏതെങ്കിലും തരത്തിലുള്ള അമ്പരപ്പ് സൃഷ്ടിക്കുന്നുണ്ടോ താങ്കൾക്ക്? ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം വെറും നിഷേധ വോട്ട് മാത്രമായിരുന്നില്ല കേട്ടോ. വളരെ കൃത്യമായ ഒരു പരിപാടി കൂടി LDF മുന്നോട്ട് വച്ചിരുന്നു. കൃത്യമെന്ന് പറയുന്നത് ഏതാണ്ട് പൊതുപ്രസ്താവനകളല്ല, ഏതാണ്ട് 600-ൽ പരം നിർദ്ദേശങ്ങൾ ഓരോ മേഖലയെക്കുറിച്ചും എടുത്ത് പ്രത്യേകം എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ വായിക്കുന്ന ഒരാൾക്ക് കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വലിയ ആശകളുണ്ടാവുന്ന സ്വാഭാവികം. അതനുസരിച്ച് ജനങ്ങളുടെ പ്രതീക്ഷയും വരും. അമ്പരപ്പൊന്നുമില്ല, അങ്ങനെ ഉയർന്ന പ്രതീക്ഷയുള്ളതുകൊണ്ട്. അങ്ങനെ ജനങ്ങൾ വളരെ അധികം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പണിയെടുക്കുന്നതിന് നിർബന്ധിതരായിത്തീരും. അതുകൊണ്ട് അത് ആ പ്രതീക്ഷകൾക്കൊപ്പം ഉയർന്നില്ലെങ്കിൽ വിമർശനവും വരും. അത് നല്ലതാണ്, അപ്പോഴാ തിരുത്തൽ വരിക. അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ഐസക്, മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. സത്യപ്രതിജ്ഞ 25-ന് നടക്കാനിരിക്കുന്നു. സ്വാഭാവികമായും പുതിയ മന്ത്രിസഭയ്ക്ക് ചില മുൻഗണനകളൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരമൊരു മുൻഗണനകളെക്കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏത് മേഖലകളിലൊക്കെയാണ് ആദ്യത്തെ നടപടികൾക്ക് ശ്രമമുണ്ടാകുക? ഞാൻ വ്യക്തമാക്കിയല്ലോ, വളരെ വിശദമായിട്ടുള്ളൊരു മാനിഫെസ്റ്റോ കർമ്മ പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ മുൻഗണനകൾ വളരെ വ്യക്തമാണ്. എങ്കിലും ഈ മുഴുവൻ മാനിഫെസ്റ്റോയും ഒറ്റ വർഷം കൊണ്ട് നടപ്പാക്കാൻ പറ്റുന്നതല്ല. 5 വർഷവും എടുക്കും. ചിലപ്പോൾ പല കാര്യങ്ങളും 5 വർഷം കഴിഞ്ഞും പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു അടിസ്ഥാന യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, സർക്കാർ എന്ത് ചെയ്യണമെങ്കിലും പണം വേണമല്ലോ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഏത് സൂചിക എടുത്താലും സാമ്പത്തിക സുസ്ഥിരതയുടെ കമ്മി വളരെ കൂടുന്നു, കടബാധ്യതകൾ ഏറുന്നു, വികസന പ്രവർത്തനങ്ങൾക്ക് പണം നീക്കിവെക്കാൻ പറ്റാതെ പദ്ധതി പാതി വെട്ടിച്ചുരുക്കാൻ നിർബന്ധരായിത്തീരുന്നു, ശമ്പളത്തിൻ്റെ പോലും എടുക്കാൻ വേണ്ടി കടം വാങ്ങേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണ് ഇന്നുള്ളത്. അങ്ങനെയുള്ളൊരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക, ജനങ്ങളോട് പറഞ്ഞ ചില സമാശ്വാസ നടപടികൾ അപ്പോൾ നമുക്ക് പിന്നീടാവാം, ഇപ്പോൾ എല്ലാം സാമ്പത്തികമായിട്ട് ഇതൊക്കെ മെച്ചപ്പെടട്ടെ എന്നൊരു ചിന്ത സ്വാഭാവികമാണ്. ഇപ്പോൾ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ ഭരണകാലത്ത് അതാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ വലിയ സമാശ്വാസ നടപടികളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ ബാക്ക് എൻഡായിരുന്നു. അവസാനത്തെ 2 വർഷം ഒക്കെ ആയിട്ടാണ് വന്നത്. കാരണം സാമ്പത്തിക ദൃഢീകരണത്തിന് ശേഷമാണ് അതിലേക്ക് കാൽവെച്ചത്. ഇത്തവണ അതാവില്ല. ജനങ്ങളുടെ പ്രതീക്ഷകൾ വളരെ ഉയർന്നതായതുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സമാശ്വാസ നടപടികൾ തുടക്കം മുതൽ തന്നെ സ്വീകരിക്കുന്നതിനായിരിക്കും ഞങ്ങൾ എടുക്കുക. അതങ്ങനെ മുൻഗണന ഉണ്ടാവും. പക്ഷെ പിന്നീട് ആ മുൻഗണന മാറും. അത് വളരെ സ്വാഭാവികം. കുറച്ച് കഴിയുമ്പോൾ സാമ്പത്തിക സുസ്ഥിരത വരുമ്പോൾ മൂലധന ചെലവുകളേറും. സാമ്പത്തിക സുസ്ഥിരത സർക്കാരിൻ്റെ പണത്തിൽ നിന്ന് മാത്രമല്ല ഈ മൂലധന ചെലവ് എടുക്കുക, ബഡ്ജറ്റിന് പുറത്ത് വലിയ തോതിൽ വായ്പ എടുത്ത് നിക്ഷേപം നടത്തേണ്ടതുണ്ട്. അതിന് സ്വല്പം സമയമെടുക്കും. നമ്മളിപ്പോൾ ഒരു ബോണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് ഇറക്കണമെന്നിരിക്കട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് ഇറക്കുന്നതിന് ഒരു തയ്യാറെടുപ്പിൻ്റെ താമസമുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ മിനിമം 1 വർഷം വേണ്ടി വരും. അതുകൊണ്ട് ഈ രണ്ടാമത് പറഞ്ഞ മേഖലയിലേക്ക് കടക്കുക ഒരുപക്ഷെ 2-ാം വർഷം മുതലായിരിക്കും. റൈറ്റ്. ഡോക്ടർ തോമസ് ഐസക്, താങ്കൾ തന്നെ സൂചിപ്പിച്ചു വലിയ സാമ്പത്തിക പ്രതിസന്ധി, ഒരുപക്ഷെ ശമ്പളവും പെൻഷനും വിതരണം ചെയ്യാൻ പോലും പ്രയാസം അനുഭവിക്കുന്ന വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാർ നേരിടുന്നു എന്ന്. അതുകൊണ്ട് തന്നെ വിഭവ സമാഹരണം ഒരു വലിയ പ്രയോറിറ്റിയായി സർക്കാരിന് മുന്നിലുണ്ടാകും. അതിന് സ്വീകരിക്കാനിടയുള്ള മാർഗങ്ങൾ ഒരുപക്ഷെ ജനങ്ങളെ കൂടുതൽ ബാധ്യതയിലേക്ക് നയിക്കുന്നതാകുമോ? ഒരിക്കലുമില്ല. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഒരിക്കൽ പോലും നികുതി നിരക്ക് കൂട്ടിയില്ല.
അതേസമയത്ത് UDF സർക്കാരിൻ്റെ കാലത്ത് നികുതി നിരക്കിൽ ഏതാണ്ട് 16% വർധന കൊണ്ടുവന്നു. മിക്കവാറും പുതിയ നികുതികൾ, തുണിയുടെ മേലുള്ള നികുതി തുടങ്ങിയവ കൊണ്ടുവന്നു. ആ രീതി അവലംബിക്കില്ല. അത് മാനിഫെസ്റ്റോ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ നികുതികൾ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കില്ല. പിന്നെ എന്താ ചെയ്യുക? ഇന്ന് ജനങ്ങളിൽ നേരിട്ടല്ല സംസ്ഥാന സർക്കാർ നികുതി പിരിക്കുന്നത്, വ്യാപാരികൾ വഴിയാണ്. കേന്ദ്ര സർക്കാരാണെങ്കിൽ ആദായ നികുതി, കമ്പനി നികുതി നേരിട്ട് പിരിക്കുന്നതാണ്. നമ്മൾ അങ്ങനെയല്ല, വ്യാപാരികൾ വഴിയാണ്. പക്ഷെ വ്യാപാരികൾക്ക് ജനങ്ങൾ നൽകുന്ന നികുതി അവരിൽ നിന്ന് സമാഹരിച്ചെടുക്കണം. അതിൽ വലിയ വീഴ്ച കഴിഞ്ഞ 5 വർഷക്കാലം വന്നു. നികുതി വരുമാനം ഈ പുതിയ നികുതി നിന്നും വെക്കാഞ്ഞിട്ട് പോലും 20% വെച്ച് വളർന്നത് ഇത്ര ഗണ്യമായ നികുതി നിരക്ക് വർധനയുണ്ടായിട്ടും അതിൻ്റെ പാതി വേഗതയിലേ വളർന്നുള്ളൂ. അതാണ് ഇന്നത്തെ ഇവരുടെ ഈ UDFൻ്റെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം. അതുകൊണ്ട് ഈ വരുമാന വർധനയിന് പുതിയ സമീപനങ്ങൾ വേണ്ടി വരും. ഞാനതിൻ്റെ വിശദാംശങ്ങൾ സാങ്കേതികമായിട്ട് കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അത് ഈ 3ാം മുറയായിരിക്കില്ല. വ്യാപാരികൾക്ക് യുദ്ധം പ്രഖ്യാപിച്ച് കടകളിൽ കയറിയ മുഴുവൻ പരിശോധിക്കുക, അതിൻ്റെ ആവശ്യമില്ലെന്ന്. ഇന്ന് എല്ലാ വ്യാപാരികളും ഫയൽ ചെയ്യാണ്. അവരുടെ വിറ്റ് വരുമാനം, സ്റ്റോക്ക്, വാങ്ങിയത്, വിറ്റത് ഒക്കെ കണക്കുണ്ട്. ആ കണക്കുകൾ നമുക്ക് കമ്പ്യൂട്ടർ സഹായത്തോടെ തന്നെ പരിശോധിച്ചിട്ട് പ്രഥമദൃഷ്ടിയ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നിടത്ത് മാത്രം പരിശോധിച്ചാൽ മതി. ഇങ്ങനെ പരിശോധന ഉണ്ടാവും തോന്നിയാൽ തന്നെ നികുതി വരുമാനം കൂടും. അപ്പോൾ അത്തരത്തിലുള്ള ഏർപ്പാടുകൾ, ഇതൊക്കെ ഞാനിപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളല്ല കേട്ടോ. ഈ വിശദാംശങ്ങൾ പോലും മാനിഫെസ്റ്റോകളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്, ഞാൻ മടങ്ങിയെത്താം ഡോക്ടർ തോമസ് ഐസക് താങ്കളിലേക്ക്. ശ്രീ കെ വേണു, താങ്കൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് പുതിയൊരു സർക്കാർ അധികാരത്തിലെത്താൻ പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്, ഏതൊക്കെ മേഖലകളിലുള്ള മാറ്റങ്ങളാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഏറ്റവും പ്രധാനം ഈ അഴിമതി നിരോധനത്തിൻ്റെ കാര്യം തന്നെയാണ്. ഇപ്പോൾ തോമസ് ഐസക് കൈകാര്യം ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ റവന്യൂ വരുമാനം സമാഹരിക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും ഐസക് കുറെ നല്ല ശ്രമങ്ങൾ നടത്തി എന്ന് ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം അത് തുടരും എന്ന് തന്നെയാണ് അവരുടെ ഇടതുപക്ഷത്തിന്റെ മാനിഫെസ്റ്റോ ഉൾപ്പെടെ ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഭരണ സംവിധാനം പരമാവധി സുതാര്യമാക്കാനുള്ള ഒരു രാഷ്ട്രീയ ദൃഢനിശ്ചയം എത്രത്തോളം ഈ ഗവൺമെന്റ് നടപ്പിലാക്കും അല്ലെങ്കിൽ അത് സ്വീകരിക്കും എന്നതാണ് എൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ നമ്മുടെ ഡൽഹിയിലത്തെ കെജ്രിവാൾ ഗവൺമെന്റ്, അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ചില പരിമിതികളുണ്ട്. എങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർ ഈ റവന്യൂ വരുമാന സമാഹരണത്തിൽ കാണിച്ച സുതാര്യമായ രീതിയുടെ ഫലം വളരെ വലുതാണെന്നാണ് കാണാൻ കഴിഞ്ഞത്. അവരിപ്പോൾ വാറ്റ് നികുതി കുറച്ചിട്ടുണ്ട്, 12ൽ നിന്ന് 5 മറ്റോ ആക്കിയിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് വരുമാനമാണ്. പക്ഷെ അവരുടെ വരുമാനത്തിന്റെ ചെലവിന്റെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് എനിക്കറിയാം. എങ്കിൽ തന്നെ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സുതാര്യമായ ഭരണ സംവിധാനത്തെ പരമാവധി സുതാര്യമാക്കാനുള്ള ഒരു മാതൃക ഐസക്കൊക്കെ നേരത്തെ തന്നെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോഴും അദ്ദേഹത്തെ പോലുള്ളവർ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ കുറെ കൂടി വളരെ ഫലപ്രദമായി അവർക്ക് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഐസക് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് ഫലപ്രദമായി ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു വലിയ മുന്നേറ്റം തന്നെയായിരിക്കുന്നത് ഞാൻ കരുതുന്നത്. കാരണം എല്ലാ മേഖലകളിലും സുതാര്യത കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ റവന്യൂ വരുമാനം സമാഹരിക്കുന്ന കാര്യത്തിൽ ഐസക് പറഞ്ഞതുപോലെ ഫയലിംഗ് വന്നതുകൊണ്ടുണ്ടാകുന്ന കുറെ ഗുണങ്ങളുണ്ട്. പക്ഷെ ഭരണ സംവിധാനത്തിന്റെ എല്ലാ മേഖലകളിലും സുതാര്യത ഉറപ്പുവരുത്താൻ ശ്രമിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ വലുതാകും. അഴിമതി തടയുക എന്നത് മാത്രമല്ല, കെടുകാര്യസ്ഥത വലിയ പരിധി വരെ തടയാൻ കഴിയും. അങ്ങനെ ഭരണത്തെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. മറ്റു നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വഴങ്ങാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യാൻ കഴിയും. ഇതിനു മുമ്പുള്ള അനുഭവങ്ങൾ, ഇതിനു മുമ്പൊക്കെ ഏറെക്കുറെ തോമസ് ഐസക് ചെയ്തതുപോലത്തെ കുറച്ച് ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല, ഇടതുവലത് ഭരണത്തെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ വലിയ വ്യത്യസ്തമാണ് ഭരണം എന്നുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. ആ ധാരണ ഉണ്ടാക്കാൻ ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ഭരണം ഇടതുപക്ഷത്തിന് നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളൊരു ധാരണ സൃഷ്ടിക്കാൻ ഇത്തവണ കഴിയുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയായിരിക്കും. ഐസക്കിന്റെയും മറ്റു ശ്രമങ്ങൾ ആ ദിശയിലാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ സർക്കാരിൻ്റെ പ്രഥമ പരിഗണനയിൽ ഉണ്ടാകണം എന്ന് താങ്കൾ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണ്?
ഞാൻ പ്രവർത്തിക്കുന്ന രംഗത്തെ പറ്റി ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ 3 രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 1 വിദ്യാഭ്യാസം, 2 ഹെൽത്ത്, 3 ന്യൂനപക്ഷക്ഷേമം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കുക. വിദ്യാഭ്യാസ രംഗം ആകെ തകർന്നിരിക്കും. വിദ്യാഭ്യാസ രംഗത്തെ ഇൻവെസ്റ്റ്മെൻറ്റും തകർന്നിരിക്കും. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. 160 എഞ്ചിനീയറിംഗ് കോളേജ്, അതിൽ 150 സെൽഫ് ഫിനാൻസിങ്. റഫ് കണക്കാണ് വെച്ചാൽ ഇതിൽ ഏകദേശം ഈ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ഡെൻ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 20,000 കോടി. തോമസ് ഐസക്കിന് അറിയാനുണ്ട് കറക്റ്റ് കണക്ക്. വെച്ചാൽ അവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് നമ്മുടെ തന്നെ മലയാളികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണത്. അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇവിടെ ഇന്നിപ്പോൾ 1/3 സീറ്റ് കാലിയാണ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ. ഡെൻ്റൽ കോളേജിൽ ഇപ്പോൾ ആളില്ല. ഇപ്പോൾ ആകെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ മാത്രമേ ഉള്ളൂ. അത് ഒന്ന്. അതുകൊണ്ട് അപ്പോൾ സാമൂഹ്യനീതി, അതിൻ്റെ സാമൂഹ്യനീതി വശം എന്താ? പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരു ഗുണമില്ല. ഒരു മെറിറ്റും ഇല്ലാത്ത കുറേ വിദ്യാർത്ഥികൾ പണം കൊടുത്തുകൊണ്ട് മെഡിസിനും എഞ്ചിനീയറിംഗും ഒക്കെ ചേർന്ന് കഴിഞ്ഞിട്ട് റിസൾട്ട് എന്താണ്? എഞ്ചിനീയറിംഗിൻ്റെ റിസൾട്ട് 30%. എന്ത് സബ് ക്വാളിറ്റി എഞ്ചിനീയർമാരാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗൾഫിൽ ഇവർക്കൊന്നും ജോലി കിട്ടുന്നില്ല. ഗൾഫ് പ്രതിസന്ധി വേറെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതത്തെ പറ്റിയിട്ട് കൂടുതൽ ശ്രീ തോമസ് ഐസക്ക് പറയേണ്ടതാണ്. വെച്ചാൽ കാരണം ഈ റെമിറ്റൻസ് നമ്മൾ പറയാറുണ്ട്, പണ്ട് മണി ഓർഡർ എക്കോണമി അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് എക്കോണമി എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗം ഒന്നടക്കം ഉടച്ചു വാർക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾ മാർക്കറ്റിൽ എൻ്റർ ചെയ്തു, ഇതൊരു മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത്. പിന്നെ ഗവൺമെൻറ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മുൻ ഗവൺമെൻറ് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കിട്ടാതാകുമ്പോൾ മെറിറ്റ് കുറക്കുക, മാത്തമാറ്റിക്സ് 40% മാർക്ക് മതി, പറഞ്ഞാൽ ശരി, മിനിമം മാർക്കുകൾ വേണ്ട, ഇംഗ്ലീഷിന് മിനിമം മാർക്ക് വേണ്ട, എങ്ങനെയെങ്കിലും എഞ്ചിനീയറിങ്ങിന് കുട്ടികളെ കയറണം. അങ്ങനെയല്ല, നിങ്ങൾ മാർക്കറ്റിൽ എൻ്റർ ചെയ്താൽ യു ഹാവ് ടു പെറിഷ് ഇഫ് യു ആർ നോട്ട് ഗുഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു മെറിറ്റ് ഓറിയൻറ്റഡ് സിസ്റ്റത്തിലോട്ട് വരണം. അതേമാതിരി തന്നെ സംവരണ വിഷയം, അതേമാതിരി തന്നെ ന്യൂനപക്ഷ പദവി. ശ്രീ തോമസ് ഐസക്കിന് പറഞ്ഞു, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഗവൺമെൻറ് വലിയ കിറാമുട്ടിയായിരുന്നാണ് ഈ ന്യൂനപക്ഷം എന്നുള്ള ന്യൂനപക്ഷ പദവി ഉപയോഗിച്ചുകൊണ്ടുള്ള തിരിമറികൾ, മനസ്സിലല്ലേ അത്. അപ്പോൾ അത് ഒരു വലിയൊരു മേഖല വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് വരുന്ന മേഖല ഹെൽത്താണ്. ഇവർ ശ്രീ തോമസ് ഐസക്ക് യോജിക്കുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ ഡോക്ടർമാരുണ്ട്. എവിടെയാണ് 30 മെഡിക്കൽ കോളേജ് ഉള്ളത്? ആ 3 കോടി ജനങ്ങൾക്ക് ഇവിടെ 30 മെഡിക്കൽ കോളേജ് ഉണ്ട്. പിന്നെയും ഗവൺമെൻറ് പോയിട്ട് ഹെൽത്ത് കെയർ ജനങ്ങളുടെ ഇമ്പ്രൂവ് ചെയ്യാതെ, അതായത് ഒരു മെഡിക്കൽ കോളേജ് പണിയാണെന്ന് വെച്ചാൽ 150 തൊട്ടിട്ട് 300 കോടി രൂപ വരും അത് മെഡിക്കൽ കോളേജ് പണിയാൻ. ഓരോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഓരോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ 100-150 ഡോക്ടർമാരുണ്ടാക്കാനാണ് മെഡിക്കൽ കോളേജ്, രോഗികളെ ചികിത്സിക്കാനല്ല. അവിടുത്തെ ഹോസ്പിറ്റലുകൾ നന്നാക്കണം. അവിടുത്തെ ഹോസ്പിറ്റലാണ് നന്നാക്കേണ്ടത്. ഇപ്പോൾ കാസർഗോഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ നന്നാക്കണം. അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് മാറ്റണം. അവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവിടെ PG വിദ്യാർത്ഥി, പിന്നെ അതിന് സൂപ്പർ സ്പെഷ്യാലിറ്റി വിദ്യാർത്ഥിയുടെ ആവശ്യമില്ല. ഈ ഗവൺമെൻറ് ഫോക്കസ് ആര് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്? എല്ലാ സ്ഥലത്തും നമ്മൾ മെഡിക്കൽ കോളേജ് തുടങ്ങണം. ഞാൻ ഒരു ഉദാഹരണം പറയണം വെച്ചല്ലേ, മെഡിക്കൽ കോളേജുകൾക്ക് കോടിക്കണക്കിന് റുപ്യാണ് ഇവർ ചിലവാക്കുന്നത്. അവിടെ സബ് സ്റ്റാൻഡേർഡ്, കാരണം സ്റ്റാഫിനെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് മെഡിക്കൽ കൗൺസിലിനെ കബളിപ്പിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തത് ന്യൂനപക്ഷ ക്ഷേമമാണ്. അത് നമുക്ക് പിന്നീട് ഒരു റൗണ്ടിനേഷൻ ഞാൻ മടങ്ങിയെത്താം. ഡോക്ടർ TM തോമസ് ഐസക്, ഇവിടെ ശ്രീ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാണിക്കുന്ന മേഖലകളൊക്കെ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്തും പ്രശ്നങ്ങളുണ്ടായതാണ്. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണവും അതിൻ്റെ റദ്ദാക്കലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതൊരു വലിയ പ്രശ്നമായി നിലനിൽക്കുകയും ചെയ്യുന്നു. UDF സർക്കാരാകട്ടെ അവരുടെ ഏറ്റവും വലിയ ഭരണ നേട്ടങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിച്ചത് മെഡിക്കൽ കോളേജുകൾ, ജില്ലകളിൽ തോറും മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചതാണ്. അതാകട്ടെ പരിതാപകരമായ അവസ്ഥയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ, ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യമില്ലാതെ ഒക്കെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓരോ മേഖലയിലും വലിയ പ്രശ്നങ്ങൾ മുന്നിലുണ്ട് പരിഹരിക്കാൻ. മെഡിക്കൽ മേഖലയിൽ ഞങ്ങൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ കിടന്നിട്ട് കെട്ടുപണിയാനല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മുടെ പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങളുടെ ഗുണനിലവാരം എങ്ങനെ ഉയർത്താം, അതിന് 60കളിൽ നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാഫ് പാറ്റേൺ പറ്റത്തില്ല. ഓരോ PHCയിൽ ഒരു ഡോക്ടറും കൂടി വേണമെന്നില്ല. സബ് സെൻറ്ററിൽ ആരാ പോകണം? സബ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ ഡോക്ടർ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് എല്ലാ PHCയിലും ഒരു അഡീഷണൽ ഡോക്ടറും അതിനനുസാരികളായിട്ടുള്ള നേഴ്സും ഒക്കെ ഉണ്ടാവണം. 2 മരുന്ന് വേണം. മരുന്ന് നമ്മുടെ KSTPയിൽ ജനറിക് മരുന്നുകൾ ഉണ്ടാക്കണം. കുറച്ച് ഫോർമുല നമുക്ക് പുറത്തെടുക്കേണ്ടി വരും. പക്ഷെ നമുക്ക് ജനറിക് മരുന്നുകൾ നമ്മളൊരു വാശിയോടുകൂടി ഈ കുത്തക കമ്പനികളുടെ പിടിയിൽ നിന്ന് മാറി കേരളത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ട മരുന്നുകൾ നമ്മുടെ ആലപ്പുഴ KSTPയിൽ ഉണ്ടാക്കി ഒരു ഒറ്റ വർഷം കൊണ്ട് കഴിയില്ല, ഒരു 5-ാം വർഷമെങ്കിലും ആകുമ്പോഴേക്കും നമുക്ക് ഈ ആശുപത്രിയിൽ നൽകാൻ പറ്റണം.
മൂന്നാമത്തത് ഈ ആശുപത്രിയും ജനപങ്കാളിത്തം. എന്തിനു വേണ്ടിയിട്ട്? രണ്ടിന്. ഒന്ന് ഹെൽത്ത് മോണിറ്ററിങ്ങിന്, രോഗിയായി കിടപ്പാവുന്നതിന് മുമ്പ് ചികിത്സ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള മോണിറ്ററിങ്. ഇത് ചികിത്സിച്ചിട്ടും കാര്യമില്ലെങ്കിൽ ഉള്ള സാന്ത്വന ചികിത്സ. ഇത് രണ്ടിലും ജനപങ്കാളിത്തം വളരെ പ്രധാനമാണ്. ഇവിടെ ആയിരിക്കും ഞങ്ങളുടെ ഫോക്കസ്, ശ്രദ്ധ. അല്ലാതെ 14 എല്ലാ മെഡിക്കൽ കോളേജിലും ഓരോ ജില്ലയിലും മെഡിക്കൽ കോളേജ് ഉണ്ടാക്കലല്ല. ഞാൻ തുടങ്ങിപ്പോയി നോക്കണം. പക്ഷെ അതിനിടയ്ക്ക് ആലപ്പുഴ ഡെൻ്റൽ കോളേജ് അടച്ച്, അവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതിന് ചെറിയ മുൻഗണന വെക്കേണ്ടി വരും. ഈ വെറുതെ ഈ രാമേശ്വരം ക്ഷൗരം പോലെ തറക്കല്ലിട്ട് പോലല്ലേ ഈ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയത്. അത് അവിടെ മിനിമം സൗകര്യങ്ങൾ, പണം മുടക്കാൻ തയ്യാറാവണം. ചെറിയ പണം പോരാതിനെ ഒരു 400-500 കോടി രൂപ മുടക്കണം. ഇനി ഏതായാലും നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഭാഗ്യത്തിന് ഇപ്പോൾ സർക്കാർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിൽ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളും. ഒരുപക്ഷെ അത് പരിശോധിച്ച് നോക്കണം. ഇനി അതിന് ചുരുങ്ങിയ പലിശയ്ക്ക് കിട്ടി ഇത് പൂർത്തീകരിക്കാൻ പറ്റുമോ? ഇത് തുടങ്ങിപ്പോയില്ലേ? പക്ഷെ അവിടെ പിടിച്ചിട്ടല്ല തലകുത്തി മറിയാൻ പോണത്. ജനങ്ങളുടെ ആരോഗ്യത്തെ ആസ്പദമാക്കിയായിരിക്കും മുഖ്യമായ ഇടപെടൽ വരാം. അതിൻ്റെ ഉയർന്ന രൂപത്തിലുള്ള ടെറിഷറി സെക്ടറായിട്ടായിരിക്കും മെഡിക്കൽ കോളേജിനെയും എല്ലാം കാണുക. അതിന് നമ്മുടെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളെയൊക്കെ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെ എന്നുള്ളത് ഗൗരവമായിട്ട് പരിശോധിക്കും. വേറൊന്നുള്ളത് വെച്ചാൽ ഒരുപാട് ഇൻഷുറൻസ് പ്രോഗ്രാംസ് ഉണ്ട്. ഇൻഷുറൻസ് പ്രോഗ്രാംസ് ഒരു വശത്ത്, പിന്നെ ഇഷ്ടദാനം കൊടുക്കാൻ പറ്റുന്ന കാരുണ്യ പോലുള്ള ഒരുപാട് സ്കീമുകൾ, എല്ലാം കൂടി ഒരു 700-800 കോടി രൂപയാണ്. ഇതെങ്ങനെയാണ് 700-800 കോടി രൂപ ഇൻഷുറൻസ്? ഇത്രയും വലിയ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഉള്ളപ്പോൾ ഏതായാലും ഒരു കാര്യം ചെയ്യും, ഈ പേറ്റർനേജ് വേണ്ട. മന്ത്രിക്ക് ഇഷ്ടമുള്ളവർക്ക് പൈസ കൊടുക്കുന്ന ഏർപ്പാട് നിർത്തിയിട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരൊറ്റ ഇൻഷുറൻസ് സ്കീം കോംപ്രിഹെൻസീവായിട്ട് ക്യാൻസറിനും ഹൃദ്രോഗത്തിനും ഒക്കെ സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സ കിട്ടുന്ന രീതിയിലേക്ക് നൽകുന്നതിനും ഈ പണം നമ്മുടെ RCC 600 കോടി രൂപയല്ലേ കാരുണ്യം കൊടുക്കുന്നത്. ഒരു പാതി ഉണ്ടെങ്കിൽ ഒരു RCC ആവില്ലെന്ന്. ഒരു RCC ഉണ്ടെങ്കിൽ നമ്മുടെ മെയിൻ സ്ട്രീമിൽ നമുക്ക് ക്യാൻസർ ചികിത്സ നടത്താൻ പറ്റത്തില്ല സൗജന്യമായിട്ട്. സോ റീതിങ്കിങ് ഈ കാര്യങ്ങളിലുണ്ടാവും. അത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ വളരെ പ്രകടമാണ്. ഒരുപാട് ചർച്ച നടത്തിയിട്ട് ചെയ്തത് പറഞ്ഞത് വളരെ ശരിയാണ്. വളരെ ഇപ്പോൾ അഴിമതിയുടെ കാര്യം പറഞ്ഞു, എനിക്ക് വേണു പറഞ്ഞോട് പൂർണ്ണമായിട്ട് യോജിപ്പ്. ആ ഒരു വ്യത്യാസം കാണണം ഇടതും വലതും തമ്മിൽ. ഏതായാലും എങ്ങനെ ശ്രമിച്ചാലും ആ ഇടത്തേക്ക് ചെല്ലാൻ പറ്റത്തില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അവിടെ അങ്ങനെ പോയാൽ പോരാ, തമ്മിൽ ഭേദം തൊമ്മനായാൽ പോരാ. ഒന്ന്, സ്വജനപക്ഷപാതം അവസാനിക്കണം. ഇപ്പോൾ വീട് അർഹതയുള്ളവർക്ക് കിട്ടുന്നത്, അതിപ്പോൾ MLA-മാരെ കണ്ടിട്ടാണ് പഠിക്കണത് താഴത്ത്. അതങ്ങനല്ലെന്ന്. മാനദണ്ഡപ്രകാരം അർഹതയുള്ളവർക്ക് കിട്ടുക. അതിനെങ്ങനെ നമ്മുടെ അയൽക്കൂട്ടങ്ങളെ ഇത് സ്ക്രൂട്ടനൈസ് പങ്കാളികളാക്കാം. സ്വജനപക്ഷപാതത്തിൻ്റെത് ട്രാൻസ്ഫറാണ് വേറൊരു അഴിമതിയുടെ കേന്ദ്രം. ആ ട്രാൻസ്ഫർ എങ്ങനെ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാക്കാം. മൂന്നാമതൊന്ന് ഈ PWD വർക്കാണ്. എന്താ തീവെട്ടിക്കൊള്ള നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ടെൻഡറിങ് അതിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തലാണ്. നാലാമതെന്നുള്ളത് ഈ വലിയ കമ്മീഷനുകൾ പറ്റുന്ന ഏർപ്പാടാണ് ഓരോ പ്രൊജക്റ്റുകൾക്കും കാര്യങ്ങൾക്കും. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ട്രാൻസ്പെറൻസി എങ്ങനെ വർദ്ധിപ്പിക്കാം, കൂടുതൽ കോമ്പറ്റിറ്റീവ് ബിഡിങ്ങിലൂടെ. അല്ലാതെ സംസ്ഥാനത്തിൻ്റെ സ്വത്തെടുത്ത് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും തെറ്റ് വന്നാലോ നമുക്ക് വിജിലൻസ് വേണ്ടി വരും. ആ വിജിലൻസിനെ സ്വതന്ത്ര ഏജൻസിയാക്കി മാറ്റേണ്ടി വരും. ആൻഡ് ഫൈനലി സോഷ്യൽ ഓഡിറ്റ്. സുതാര്യത വരുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സോഷ്യൽ ഓഡിറ്റാണ്. നിരന്തരമായിട്ട് പല രൂപത്തിലുള്ള സോഷ്യൽ ഓഡിറ്റ് രൂപങ്ങൾ എടുക്കേണ്ടതുണ്ട്. സോ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴേ ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ വിശേഷ കമ്മിറ്റി വെച്ചു. നമ്മുടെ DGP തരകൻ സാറൊക്കെ ഉണ്ടായിരുന്നൊരു കമ്മിറ്റിയാണ്. ചില പുറത്തുള്ള കർണാടകത്തിലുള്ള എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ അതിൽ അംഗങ്ങളായിരുന്നു. അഴിമതി അവരൊരു സമഗ്ര റിപ്പോർട്ടും തയ്യാറാക്കി. പക്ഷേ പിന്നീട് ഒരാൾ ഈ റിപ്പോർട്ടിനെ കുറിച്ച് വർത്തമാനം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ നമുക്ക് തുടക്കം മുതൽ തന്നെ ഈ അഴിമതിക്കെതിരായിട്ട് കഴിഞ്ഞ അഴിമതിയെ പിടിക്കുക, അത് വെറുതെ വിടാൻ പാടില്ല. ഇനി നാളെ ഇത് ആവർത്തിക്കലെന്ന് ഉറപ്പുവരുത്താൻ ഇങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കുക. അതൊന്നും എളുപ്പമല്ല. അപ്പോൾ ഇതിങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വേണുപ്പോഴുള്ളവർ അതിന് ചോദിക്കാൻ വേണ്ടി തന്നെ ഉണ്ടോ, ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തില്ലേ? അതിനെനിക്ക് നല്ലൊരു കാര്യം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത്തരം
ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകണം എന്ന സതുദ്ദേശത്തിൽ തന്നെയാണെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും, അത് സ്വാഭാവികമാണ്. അത് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാല ചരിത്രം പലപ്പോഴും ഇതിനൊരു തടസ്സമായി നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു അപവാദമായി നിൽക്കാറുണ്ട്. അതാണ് ശ്രീ വേണു സൂചിപ്പിച്ചത്. രണ്ട് മുന്നണികൾ മാറി മാറി ഭരിക്കുമ്പോൾ UDF സർക്കാരിൻ്റെ ഭരണവും LDF സർക്കാരിൻ്റെ ഭരണവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന ചോദ്യം സാധാരണ നിലയിൽ ഉയരാറുണ്ട്. അഴിമതി ആരോപണങ്ങളിൽ ഒരു സർക്കാർ മാറി അടുത്ത സർക്കാർ വന്നാൽ എന്ത് നടപടികൾ എടുത്തു എന്ന ചോദ്യത്തിന് പലപ്പോഴും 5 വർഷം കഴിഞ്ഞാലും ഒരു ഉത്തരവും ഉണ്ടാകാറില്ല. ആ പറഞ്ഞ വിമർശനത്തിൽ ശരിയുണ്ട്. LDF താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ LDF ഭരണകാലത്ത് ഈ പറഞ്ഞ അഴിമതികളില്ല, വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഞങ്ങളിൽ ആർക്കെതിരായിട്ട് അഴിമതിയുള്ളൂ, അഴിമതി ആരോണം ഗൗരവമായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഒരു പോരായ്മ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉയർത്തുന്ന വിമർശനങ്ങൾ, അലഗേഷൻസ്, ആരോപണങ്ങൾ അതൊക്കെ ഭരണത്തിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സൗമനസ്യത്തോടെ അതൊക്കെ അങ്ങനെ അതിൻ്റെ വഴി പോയിക്കോട്ടെ, നിയമത്തിൻ്റെ വഴിയെ എന്നുള്ള മട്ടിലെടുത്ത് കളയുന്നൊരു ഏർപ്പാടുണ്ട്. അത് പറ്റില്ല, അത് ക്രെഡിബിലിറ്റി കളയുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് എന്ത് വന്നാലും വലിയ പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതല്ലേ. ആ കേസുകൾ ഞാൻ ഏതൊക്കെയെന്ന് പറയുന്നില്ല, അവയെക്കുറിച്ചൊക്കെ ഉള്ള പരിശോധനകൾ നിശ്ചയമായിട്ടുണ്ടാവും. ഒറ്റ കാര്യം, താങ്കൾ ആ പട്ടികയുടെ പേരൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി ബാർക്കോഴ, ബജറ്റ് കോഴ ആരോപണങ്ങൾ, ഒരുപക്ഷെ ബാർക്കോഴയേക്കാൾ പ്രധാനം അതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു, ബജറ്റ് കോഴ എന്ന ആക്ഷേപം. പിന്നെ ഭൂമി ഇടപാടുകൾ, ഏറ്റവും അവസാനം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഭൂമി ഇടപാടുകൾ, ഇതിലൊക്കെ വളരെ പെട്ടെന്ന് തീരുമാനങ്ങളെടുത്ത് ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ അന്വേഷണത്തിലേക്ക് LDF സർക്കാർ കടക്കുമെന്ന് ഞങ്ങൾ ജനങ്ങളോട് ഉറപ്പ് നൽകിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ പറയുന്നതല്ല, വോട്ട് ചോദിച്ചു പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ. ഉദാഹരണത്തിന് അവസാനത്തെ 2 മാസം ക്യാബിനറ്റ് എടുത്ത മുഴുവൻ തീരുമാനങ്ങളും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കും. അവിടെയാണല്ലോ വിവാദ ഭൂമിദാന കേസുകൾ കാര്യങ്ങൾ വന്നത്. പരസ്യമായിട്ടെടുത്ത നിലപാടാണ്, അത് ചെയ്യൂ തന്നെ. കാരണം അല്ലെങ്കിൽ ഇതിന് ക്രെഡിബിലിറ്റി ഇല്ല. പണ്ടത്തെ പോലെ നമുക്ക് പലതും പറഞ്ഞ് പോകാൻ കഴിയില്ല എന്ന് നിങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടാവും എന്നറിയാം. അതുകൊണ്ട് കർശനമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാവും. ഡോക്ടർ ടി എം തോമസ് ഐസക്, നമ്മൾ നേരത്തെ സംസാരിച്ച ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി. PHCകളിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഇടതുപക്ഷം. അതടക്കമുള്ളൊരു സമഗ്ര ആരോഗ്യ നയത്തെക്കുറിച്ചാണ് ആലോചനയെന്നും സൂചിപ്പിച്ചു. നമുക്ക് സർക്കാർ സർവീസിലേക്ക് ഡോക്ടർമാർ വരുന്നത് താരതമ്യേന കുറവാണ്. സർക്കാർ സർവീസിൽ, സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരില്ലാത്ത സാഹചര്യം കാലങ്ങളായി നിലനിൽക്കുകയും ചെയ്യുന്നു. ഇവിടേക്ക് ഡോക്ടർമാരെ എത്തിക്കാൻ പാകത്തിലുള്ള തീരുമാനം അത് ഉണ്ടാകേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം പ്രകീർത്തിക്കപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ ഭരണനേട്ടങ്ങളിൽ ഏറ്റവും വലുതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് കാരുണ്യ പദ്ധതിയായിരുന്നു. ആശ്രയം പല ആളുകൾക്കും ലഭിച്ചു, അതിനെക്കുറിച്ച് സാക്ഷ്യങ്ങൾ വരെ പരസ്യങ്ങളായി വരികയും ചെയ്തു. ഇതൊക്കെ ക്ലബ്ബ് ചെയ്ത് വേറൊരു ഹെൽത്ത് സ്കീമാക്കി മാറ്റും എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ തുടക്കത്തിൽ തന്നെ ഒരു വിവാദത്തിലേക്ക് സർക്കാർ പോകുകയല്ലേ ചെയ്യുക? തുടക്കം തന്നെയല്ല ചെയ്യുക, ഇരുന്നിട്ട് ഈ കാലൊക്കെ നീട്ടത്തുള്ളൂ. പക്ഷേ ഇത് ഇപ്പോൾ പറയുന്നതല്ലെന്ന് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളുടെ പഠന കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നപ്പോൾ അവിടെ പല ഡോക്ടർമാരും ഇതിനെ കണക്കുകൾ, വസ്തുക്കൾ വെച്ച് പേപ്പേഴ്സ് അച്ചടിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഇൻഷുറൻസ് സ്കീം ജനങ്ങളുടെ അവകാശമാണ് കിട്ടാമെന്ന് പറയുന്നത് 30,000 രൂപ വരെ സൗജന്യ ചികിത്സ. എന്നാൽ നിങ്ങൾക്ക് ക്യാൻസർ വന്നാൽ അതിനുള്ള ചികിത്സ നിങ്ങളുടെ അവകാശമല്ല, മറിച്ച് മന്ത്രിയുടെ കാരുണ്യമാണ്. ഞാൻ പറയുന്നത് മന്ത്രിയുടെ കാരുണ്യത്തില്ല, ജനങ്ങളുടെ അവകാശമായിട്ട് മാറണം. ഇങ്ങനെയുള്ള രോഗങ്ങൾ ചികിത്സ അതിന് ചില കൺസ്ട്രെയിൻസ് വെക്കേണ്ടി വരും. നമുക്ക് ഇന്ന തലത്തിന് അപ്പുറത്തേക്കുള്ള ആശുപത്രികളിലേക്ക് പറ്റത്തില്ല, ഈ റേറ്റേ പറ്റത്തുള്ളൂ. ഇനി നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ സൗകര്യം ഇല്ലെങ്കിലേ അപ്പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. ഞാൻ ഇന്നത് വേണമെന്നല്ല പറയുന്നത്, ചർച്ച ചെയ്ത് എത്തിച്ചേരാവുന്നതാണ്. ഞാൻ പറഞ്ഞത് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഇല്ലാതാക്കാനല്ല, മറിച്ച് ഈ കാരുണ്യം കിട്ടാന്ന് പറയുന്ന ജനങ്ങളുടെ അവകാശമായിട്ട് മാറണം, മന്ത്രിയുടെ കരുണയായിട്ട് നിൽക്കരുത്. അത്തരമൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ നമ്മളുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ആശുപത്രി വരെയുള്ള സംവിധാനങ്ങളിൽ ആവശ്യത്തിന് ആരോഗ്യരക്ഷാ സംവിധാനങ്ങൾ വേണം, ജീവനക്കാർ വേണം,
അതിന് പാകത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും വേണം. വേണം ഒരു സംശയമില്ല. പറ്റുമോ, ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഞാൻ ഒരു താലൂക്ക് ആശുപത്രിയെ കുറിച്ച് എപ്പോഴും എഴുതാറുണ്ട്. പുനലൂർ താലൂക്ക് ആശുപത്രി. ഇത് നമുക്കൊരു സ്വകാര്യ ആശുപത്രി പോലെ ഒരെണ്ണം മത്സരിക്കില്ല. സർക്കാർ കൂടുതലൊരു പണവും നൽകുന്നില്ല. അവർ അഭ്യുതകാംക്ഷികളിൽ നിന്ന് കിട്ടുന്ന പണം, ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഏതാണ്ട് 1 കോടി രൂപ അവർക്ക് കിട്ടുന്നു. ഇതെല്ലാം വെച്ചിട്ട് നിങ്ങളൊന്ന് സന്ദർശിക്കണം സ്ഥലം. ഇതുപോലുള്ള മോഡൽസ് ഉണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ എന്ന പോലെ ഇതിനെ എങ്ങനെ സ്കെയിലപ്പ് ചെയ്യാം, സംസ്ഥാനത്ത് വ്യാപകമാക്കി മാറ്റുന്നതിന് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ എത്രയോ നന്നായി പ്രവർത്തിക്കുന്ന സ്കൂള്, ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിലൊരു സ്കൂളിലാണ് 5 കുട്ടികൾ വെച്ചാൽ ചേർന്നിരുന്നത് 1ാം ക്ലാസ്സിൽ. പൂട്ടം പഞ്ചായത്തിൻ്റെ സ്കൂളാണ്, മലയാളം മീഡിയവും. ഈ വർഷം കേൾക്കണോ, 97 കുട്ടികൾ ചേർന്നിട്ടുണ്ട്. 3 ഡിവിഷൻ, 5 നിന്നാണ് കയറിയിട്ടുള്ളത്. മലയാളം മീഡിയമാണ്. ഞാനിപ്പോൾ എങ്ങനെ വന്നു പറയാം, ഇതുപോലത്തെ ഒത്തിരി സ്കൂളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആശുപത്രികളിൽ ഈ വിദ്യാഭ്യാസ മേഖലയിൽ എന്ന പോലെ ഒരു സ്കെയിലിംഗ് അപ്പ് വന്നിട്ടില്ല. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഡോക്ടർ തോമസ് ഐസക്, ഇത് ഏറെക്കുറെ താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ താങ്കളുടെ മുൻകൈയിൽ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ നടപ്പാക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്ത കാര്യങ്ങളാണ്. അത് ഒരു സർക്കാരിൻ്റെ നയമായി അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ മുന്നണിയുടെ നയമായി മുന്നോട്ട് വയ്ക്കപ്പെടും എന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? മാനിഫെസ്റ്റോ പറഞ്ഞത് ചെയ്യുന്നെങ്കിൽ ഇതാണ്. കാരണം ഇതാണ് മാനിഫെസ്റ്റോയിലുള്ളത്. ഇതാണ് ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് 1 വർഷക്കാലം പലതരങ്ങളിലെ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള കാഴ്ചപ്പാട്. വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ആരോഗ്യ മേഖലയെക്കുറിച്ച്, അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, ആധുനിക മേഖലകൾ ഈ പാവങ്ങളെ സംരക്ഷിക്കാൻ മാത്രം പോരാ. അവരുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നവരാ, അവർക്ക് നല്ല തൊഴിൽ വേണം, നല്ല യോഗ്യതയുള്ള തൊഴിൽ വേണം, ക്വാളിറ്റി ജോബ്സ് എന്ന് പറയും. അതിനുള്ള തൊഴിലവസരങ്ങൾ എങ്ങനെ കേരളത്തിൽ സൃഷ്ടിക്കാം, അതിനുള്ള മേഖലകൾ എവിടെ, അതിലേക്ക് സ്വകാര്യ മൂലധനത്തെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ പശ്ചാത്തല സൗകര്യം ഒരുക്കാം, ഇതൊക്കെ കൃത്യമായിട്ട് അജണ്ടയാക്കി മാനിഫെസ്റ്റോയിൽ വെച്ചിട്ടുണ്ട്. അത് നടപ്പാക്കുമെന്ന് ഞാൻ പറയുന്നു. അതിലേക്ക് നിശ്ചയമായിട്ടും ഒരുപാട് വ്യക്തികളുടെയൊക്കെ സംഭാവനകൾ കൂടുതലുണ്ടാവും ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തിയതിൽ. പക്ഷേ ഇത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല പറഞ്ഞത് LDFിൻ്റെ നിലപാടാണ്. റൈറ്റ്. ഞാൻ ക്ഷമിക്കണം ശ്രീ കെ വേണു, ഒപ്പം ഡോക്ടർ ഫസൽ ഗഫൂർ, നിങ്ങളിലേക്ക് കുറച്ച് സമയം ആയി വരാൻ സാധിച്ചില്ല. ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ നമ്മളിൽ നിന്ന് ചർച്ചയിൽ നിന്ന് മാറും, അതുകൊണ്ടാണ് അദ്ദേഹത്തേക്ക് കൂടുതൽ സമയം പോയത്. രണ്ടുപേരിലേക്കും ഞാൻ തിരിച്ചു വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് മടങ്ങിയെത്തുന്നു. ശ്രീ കെ വേണു, ഇവിടെ തോമസ് ഐസക് വിവരിച്ചത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. വളരെ പ്രതീക്ഷാനിർഭരമായാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിന് ചില അടിസ്ഥാനങ്ങൾ അദ്ദേഹം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ ഈ പ്രതീക്ഷകളെ സഫലീകരിക്കാൻ പാകത്തിലുള്ളൊരു ഭരണം ഇടതുമുന്നണിയിൽ നിന്നുണ്ടാകും എന്ന് കരുതാൻ നമ്മളെ അനുവദിക്കുന്നുണ്ടോ? അനുവദിക്കുന്നില്ല എന്നാണ് പൊതുവിൽ പറയാൻ കഴിയുക. പക്ഷെ അവർക്ക് ശ്രമിച്ചു നോക്കാനുള്ള സന്ദർഭമുണ്ട്. അവർ ശ്രമിച്ചു നോക്കട്ടെ, കുറച്ചെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലത് എന്നുള്ള അഭിപ്രായമാണ്. ഇവിടെ ഇപ്പോൾ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഐസക് പറഞ്ഞ പോയിന്റുകളിലുള്ള ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് മുഖ്യമായും പൊതുമേഖല, സർക്കാർ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മേഖലയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ഒരുവിധം സമഗ്രമായിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ യഥാർത്ഥ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ പഴയ കേരള മോഡൽ വികസനത്തിന്റെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനങ്ങളാക്കി മാറ്റിയതിനു ശേഷം പിന്നീട് 80കൾ മുതൽക്ക് ഇത് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് വരികയും ശരിക്കും അതിനൊരു കൊള്ള ചെയ്യുന്ന മേഖലകളായി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിലിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ് ഏറ്റവും വലിയ കൊള്ളകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനവും സർക്കാരിനില്ല എന്നുള്ളതുണ്ട്. സമഗ്ര ആരോഗ്യ നയം രൂപീകരിച്ചിട്ട് റൈറ്റ്. ഞാൻ കെ വേണുവിലേക്ക് മടങ്ങിയെത്താം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇവിടെ
താങ്കളുടെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ വേണു സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഒരു സമഗ്ര മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം അത് പൊതുമേഖലയെ അല്ലെങ്കിൽ സർക്കാർ മേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും സ്വകാര്യ മേഖലയ്ക്ക് അതിൻ്റെ വഴിയെ സഞ്ചരിക്കേണ്ടി വരില്ലേ? സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളുടെ പിറകെ സഞ്ചരിക്കേണ്ടി വരില്ലേ? പക്ഷേ ഇവിടെ കുറച്ചു കാലമായിട്ട് ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വേണു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. എന്താ കാരണം ചിലപ്പോൾ സ്വകാര്യ മേഖല നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇപ്പം നേഴ്സുമാരുടെ മിനിമം വേതനം വരെ നൽകണില്ല. അതിനെപ്പറ്റി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ IRC കമ്മിറ്റി മിനിമം വേജസ് കമ്മിറ്റിയിൽ മെമ്പറാണ് ഞാൻ. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്, ഈ സാധു സ്ത്രീകൾ അവർ 12 മണിക്കൂർ ജോലി ചെയ്തിട്ട് ഇപ്പോഴാണ് മാറ്റി 8 മണിക്കൂറാക്കി കൊടുത്തത്. അവർക്ക് മിനിമം വേജസ് പ്രൈവറ്റ് സെക്ടറിൽ കിട്ടുന്നില്ല. അപ്പോൾ ദീർഘമായിട്ടുള്ള ചർച്ചകൾ, ആ ചർച്ചകൾ 2-3 കൊല്ലപ്പോൾ നടന്നു. എന്നാൽ ഇപ്പോൾ ഒരു കമ്മിറ്റി എടുത്തിട്ട് മിനിമം വേജസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിനെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊരു കൊള്ളയാണല്ലോ, മനസ്സിലല്ലേ? അതായത് ഒരു നഴ്സിംഗ് ഹോമിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു റൂമിന് 3000 രൂപ ചാർജ് ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റലിലെ നേഴ്സിൻ്റെ ശമ്പളം 5000-6000 മിനിമം വേജസ് വേണ്ടത് ചുരുങ്ങിയത് 15000-16,000 ഒരു ടീച്ചർക്ക് കിട്ടുന്ന വേജസ് അവർക്ക് കിട്ടണ്ടേ? അതുമാതിരി തന്നെ അവരുടെ സമയം, അതായത് മുമ്പ് അതിപ്പോൾ നമ്മൾ മാറ്റി 8 hours ആക്കി, നൈറ്റ് ഡ്യൂട്ടിയുടെ വിഷയം. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നടക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിലൊരു നിയമവും പ്രൈവറ്റ് സെക്ടറിന് വിദ്യാഭ്യാസ ഹെൽത്ത് മേഖലകളിൽ കംപ്ലീറ്റ് അഴിച്ചുവിട്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഫോക്കസ് ആവശ്യമുണ്ട്. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ശ്രീ ഐസക് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ കാരുണ്യമായിട്ട് സ്കീമിലൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നു, അവർ ബില്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് അത് കിട്ടാതെ എന്നിട്ട് ആ ബില്ല് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു MES മെഡിക്കൽ കോളേജിന് 1.5 കോടി രൂപ കണ്ട് കിട്ടാണ്ട് ഈ സ്കീമുകളിൽ പണം കിട്ടുന്നില്ല. കാരുണ്യ സ്കീം പ്രകാരം രോഗികൾക്ക് സഹായം കൊടുക്കുകയും സർക്കാരിൽ നിന്ന് പണം കിട്ടാതിരിക്കുകയും ചെയ്യുന്നു. അതെ, എക്സാക്ട്ലി, പണം കിട്ടാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, കഴിഞ്ഞ സർക്കാരിനെ പറ്റിയിരിക്കുന്നത് വെച്ചാൽ കുറേ സ്കീമുകൾ അങ്ങനെ അനൗൺസ് ചെയ്യുക, അതിൻ്റെ ഒരു പ്രായോഗികത ഒന്നും അവർ നോക്കുന്നില്ല. ഞാനതിൽ അഴിമതി ഉണ്ടെന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ പറയുന്ന ഇപ്പോൾ ഐസക് അവതരിപ്പിച്ച പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ 2 ഡോക്ടർമാരുണ്ടാവുക, പക്ഷേ അതെങ്ങനെ സാധ്യമാവും? അല്ല, ഉണ്ടാവും. എന്താ പറയുക, പണ്ട് നമുക്ക് ഡോക്ടർമാരില്ലായിരുന്നു. ഇന്ന് 30 മെഡിക്കൽ കോളേജിൽ നിന്ന് എങ്ങനെ പോയാലും 4000-നടുത്ത് ഡോക്ടർമാർ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അവരിൽ സർക്കാർ ആശുപത്രികളിലേക്കും സർക്കാർ സർവീസിലേക്കും അവർ വരേണ്ട സ്ഥിതി അതങ്ങനെ. അപ്പോൾ ഞങ്ങളൊക്കെ മെഡിക്കൽ കോളേജ് തുടങ്ങുന്ന കാലത്ത് ഞങ്ങൾക്ക് ഡോക്ടർമാരെ കിട്ടില്ല, ഞങ്ങൾ ഡോക്ടർ ഹണ്ടിങ് ആയിരുന്നു, അറിയാലോ, മനസ്സിലല്ലേ? ഇന്ന് സ്ഥിതിയല്ല. ഇപ്പോൾ ഇത് എൻ്റെ ഈ ഫോണിൽ തന്നെ ഇന്ന് തന്നെ ഒരു 3-4 ഡോക്ടർമാരുടെ റിക്വസ്റ്റ് ഉണ്ട്, മനസ്സിലല്ലേ? ഇൻക്ലൂഡിങ് ഇപ്പോൾ UDF മന്ത്രിമാരുടെ കുട്ടികളുടെയൊക്കെ, മനസ്സിലല്ലേ, അത് ജോലി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ നല്ല സാലറി ഉണ്ടല്ലോ. ഇപ്പം നല്ല സാലറി ഉണ്ട് ഡോക്ടർമാർക്ക്. ഒരു റിട്ടയറിംഗ് പ്രൊഫസർക്ക് ഏകദേശം 1.5 കോടി തൊട്ട് 1.5 ലക്ഷം തൊട്ട് 2 ലക്ഷം വരെയാണ് സാലറി, റിട്ടയർമെൻറ്റ് സാലറി ഉള്ളത്. അപ്പോൾ ആ നിലക്കൊന്നും ഒരു തർക്കവും വേണ്ട, മനസ്സിലായില്ലേ? ഗവൺമെൻറ്റിന് ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഡോക്ടർമാരെ കിട്ടും. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാം, ഡോക്ടർമാരെ പ്രൈവറ്റ് പ്രാക്ടീസ് നിർത്തണം. ഡോക്ടർമാരെ പ്രൈവറ്റ് പ്രാക്ടീസ് നിർത്തണം. പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്നവർ പ്രൈവറ്റിൽ വർക്ക് ചെയ്യട്ടെ, ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർ അതൊന്നും ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമുക്കറിയാലോ, ശ്രീമതി ടീച്ചർ ട്രൈ ചെയ്താണ് ഇത് നിർത്താൻ വേണ്ടിയിട്ട്. പിന്നീട് വന്ന UDF അതിന് ട്രൈ ചെയ്തു, പക്ഷേ അതെല്ലാം മറികടന്ന് അഴിമതി. അത് വലിയൊരു അഴിമതിയുടെ ഫീൽഡാണ്. അതായത് ഡോക്ടറെ പോയി വീട്ടിൽ കാണുക, സർജറി മെഡിക്കൽ കോളേജിൽ ചെയ്യുക, വീട്ടിൽ പൈസ കൊടുക്കുക. അപ്പോൾ ഈ തരത്തിലുള്ള ഇതിലൊക്കെ കൂടെ ഒരു വലിയൊരു ചേഞ്ച് ആവശ്യമുണ്ട്. അതിപ്പോൾ നേരത്തെ ശ്രീ വേണു പറഞ്ഞതിനാണ് എന്താണ് ഇപ്പോൾ ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പറഞ്ഞാലേ ആ ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ശ്രീ കെ വേണു, താങ്കൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു, അത് തുടരാം. ഒപ്പം LDF ഒരു മാനിഫെസ്റ്റോ വളരെ സമഗ്രമായി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ മുന്നോട്ട് പോവുക എന്ന് ഐസക് അവകാശപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ താങ്കളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ കുറെ കൂടി സുതാര്യമാവുകയും ജനങ്ങൾക്ക് കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതുണ്ടാകുമോ? തീർച്ചയായിട്ടും അവകാശപ്പെടാവുന്ന ഒന്നാണ്. പക്ഷേ ഇന്നത്തെ ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കഴിയില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഇതിൻ്റെ സാമ്പത്തിക മേഖലയിൽ തന്നെ കഴിഞ്ഞ തവണ തന്നെ തോമസ് ഐസക് നേരിട്ട പ്രശ്നങ്ങൾ എനിക്കറിയാം. നികുതി പിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ റെയ്ഡൊക്കെ നടത്തിയപ്പോൾ അതിനെതിരായി വന്നത് ഇപ്പോൾ വ്യവസായ മന്ത്രിയായിട്ടുള്ള EP ജയരാജന്റെ നേതൃത്വത്തിലുള്ള വ്യാപാരി വ്യവസായി സംഘങ്ങളാണ്.
അതിന്റെ പേരിൽ തോമസ് ഐസക്കും ഇ പി ജയരാജനും തമ്മിൽ വലിയ സംഘർഷങ്ങൾ, പരസ്യമായ വിമർശനങ്ങൾ വരെ ഉണ്ടായി. ഇപ്പൊ വ്യവസായ വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. അപ്പൊ എങ്ങനെയായിരിക്കും ഈ മന്ത്രിസഭ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും അവർക്കത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത് നല്ലതാണ്. എങ്കിൽ തന്നെയും വ്യത്യസ്ത മന്ത്രിമാരും വ്യത്യസ്ത വിഭാഗങ്ങളും വ്യത്യസ്ത വകുപ്പുകളൊക്കെ തമ്മിലുള്ള പരസ്പര യോജിപ്പൊന്നും അത്ര എളുപ്പമായി ഇന്നത്തെ രീതിയിൽ സാധ്യമല്ല. ഒരു പാർട്ടിയുടെ ഉള്ളിൽ തന്നെയുള്ള വ്യത്യസ്ത മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കുക, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ സംവിധാനത്തെ നിയന്ത്രിക്കുന്നതിന് ഇപ്പോഴും ഒട്ടും സാധ്യമല്ല. പ്രത്യേകിച്ചും കേരളത്തിൽ ഈ ഉദ്യോഗസ്ഥ മേഖല ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷ യൂണിയനുകളിലും ഇടതുപക്ഷ സംഘടനകളിലും പെട്ടവരായിട്ടും അവർക്ക് ഇതുവരെയുള്ള കാലഘട്ടത്തിൽ അഴിമതി നിയന്ത്രിക്കാനോ ഭരണ സംവിധാനം മെച്ചപ്പെടുത്താനോ കഴിഞ്ഞില്ല എന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഈ രീതിയിൽ ഐസക് പറയുന്നത് പോലെ കഴിയുമായിരുന്നെങ്കിൽ വളരെ നേരത്തെ തന്നെ ഈ യൂണിയനുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭരണ സംവിധാനം എത്രയോ മെച്ചപ്പെടുത്താൻ കഴിയുമായിരുന്നു. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംഘടനകൾ അത്രമാത്രം ജനവിരുദ്ധമായ രീതിയിൽ ഉദ്യോഗസ്ഥ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള, അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് മറ്റേ കെജ്രിവാളൊക്കെ ചെയ്യുന്നത് പോലത്തെ ഒരു പുതിയ പരീക്ഷണം നടത്താനുള്ള ദൃഢനിശ്ചയത്തോടുകൂടി അവർ തയ്യാറാകുമോ എന്ന്. ആകുമെന്നൊക്കെ അവർ പറയുമെന്നുള്ളതല്ലാതെ എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള പ്രശ്നമാണ്. മാത്രമല്ല ഇപ്പൊ ആരോഗ്യ മേഖലയുടെ പ്രശ്നം പറഞ്ഞപ്പോൾ ആരോഗ്യ മേഖല മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിലും ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ ആശുപത്രികളും സ്വകാര്യ കോളേജുകളും എല്ലാം തന്നെ ഒരുതരം എന്താ പറയുക സ്ഥാപനങ്ങളുടെ ഉടമകളാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ അവരിൽ നിന്നുള്ള വരുമാനം ഒരു പ്രധാന ഘടകമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് തന്നെ അവിടത്തെ തൊഴിലാളികളെ ഉപേക്ഷിച്ചുകൊണ്ട് ഉടമസ്ഥന്മാരുടെ കൂടെ നിൽക്കുന്നതിൽ ഇടതുപക്ഷ പാർട്ടികളും സംഘടനകളും വരെ എത്തി നിൽക്കുന്ന ഒരു ഗതികേടുണ്ട്. അതുകൊണ്ടാണ് ആ മേഖലയെ നിയന്ത്രിക്കാൻ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർക്ക് കഴിയുമോ എന്ന കാര്യത്തിലുള്ള സംശയം ഞാൻ ഉന്നയിക്കുന്നത്. അത് വളരെ ശക്തമായ ദൃഢനിശ്ചയമുള്ള ഒരു പാർട്ടിക്ക് കഴിയുള്ളൂ. ഇന്നത്തെ നിലയിൽ ഇടതുപക്ഷം ആ നിലയിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഡോക്ടർ കെ ടി ജലീൽ, നിയുക്ത മന്ത്രി, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ കെ ടി ജലീൽ, ഇവിടെ ഉയർന്ന പ്രധാന വിമർശനങ്ങളിലൊന്ന് മാനിഫെസ്റ്റോയിൽ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വം കാണിച്ചാൽ പോലും അത് പ്രാവർത്തികമാക്കാൻ പാകത്തിൽ ഉദ്യോഗസ്ഥ സംവിധാനത്തെയൊക്കെ പാകപ്പെടുത്തുക എന്നത്, അതിന് പാകത്തിലുള്ളൊരു ഇച്ഛാശക്തി ഇടതുപക്ഷ സർക്കാരിന് ഉണ്ടാകുമോ എന്നൊരു സംശയം. തീർച്ചയായും ഉണ്ടാകും. കാരണം കഴിഞ്ഞ 5 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന ഒരുപാട് വിമർശനങ്ങളുണ്ട് UDF-നെതിരായി. ആ വിമർശനങ്ങൾ തന്നെയാകും ഈ മുന്നണി സർക്കാരിന്റെ മുന്നോട്ടുള്ള പ്രയാണവീതിയിലെ ചൂണ്ടുപലകകൾ. ശക്തമായി ജനതാൽപര്യം പരിഗണിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ ദൂരീകരിക്കുവാനുള്ള ശ്രമങ്ങൾക്കാകും മുൻഗണന. വിമാനത്താവളങ്ങൾ ഉണ്ടാവൽ മാത്രമല്ല വികസനം, വലിയ വീതി കൂടിയ റോഡുകൾ ഉണ്ടാകലും മാത്രമല്ല വികസനം. ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ പണിതീർക്കപ്പെടലുമല്ല വികസനം. അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ പുക ഉയരുന്നുണ്ടോ അവരുടെ അടുക്കളയിൽ നിന്ന്, അതും വികസനത്തിന്റെ നിർണിതമായിട്ടുള്ള ഒരു മാനദണ്ഡം തന്നെയാണ്. ആ നിർണിത മാനദണ്ഡവും വികസനത്തിന്റെ പൊതു ക്യാൻവാസിൽ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസന കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുക. ഡോക്ടർ കെ ടി ജലീൽ, അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ വിമർശനങ്ങൾ ഉയർന്ന, അല്ലെങ്കിൽ വലിയ ആക്ഷേപങ്ങൾ ഉയർന്ന സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആദിവാസി മേഖലയിലെ പോഷകാഹാരക്കുറവ്, അവിടുത്തെ ശിശുമരണം, ഒപ്പം ആദിവാസികൾക്ക് ഭൂമി വിതരണം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, അത് വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത്തരം ചില മേഖലകളെ പ്രത്യേകമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് അത് സമയബന്ധിതമായി ചില കാര്യങ്ങളെങ്കിലും ചെയ്തു തീർക്കുക എന്നൊരു നിർബന്ധ ബുദ്ധി ഇതൊക്കെ ഉണ്ടാകുമോ LDF സർക്കാരിന്റെ ഭാഗത്തു നിന്ന്? എന്താണ് സംശയം? പാർശ്വവൽകൃതരായിട്ടുള്ള ജനങ്ങൾക്ക്, അധസ്ഥിതരായിട്ടുള്ളവർക്ക്, പിന്നോക്കം തള്ളപ്പെട്ടിട്ടുള്ളവർക്ക്, പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവർക്ക് അവരുടെ അവകാശങ്ങളും ജീവിതാവശ്യങ്ങളും അംഗീകരിച്ചു കൊടുത്തുകൊണ്ടും അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നയപരിപാടികൾ രൂപീകരിച്ചുകൊണ്ടുമാകും ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോവുക. ഇത്തരം പ്രശ്നങ്ങൾ, നിങ്ങൾ സൂചിപ്പിച്ച വിഷയങ്ങളെല്ലാം തന്നെ അതിന്റെ സമ്പൂർണതയിൽ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാകും ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രമിക്കുക. അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും അതിനെ വിമർശിക്കും, പ്രതിപക്ഷം അത് ചൂണ്ടിക്കാണിക്കും. അത്തരത്തിലുള്ള
വിമർശനങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെതിരെയും ഉയർന്നു വരാതിരിക്കാതെ നോക്കേണ്ടത് സർക്കാരിന്റെ ഏറ്റവും വലിയ ബാധ്യതകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റൈറ്റ്. ഡോക്ടർ കെ ടി ജലീൽ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം എന്ന് അപേക്ഷിക്കുന്നു. ഒരു മിനിറ്റ് കൂടി. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ മന്ത്രിസഭയെക്കുറിച്ച്, മന്ത്രിസഭയുടെ കോമ്പോസിഷനെ കുറിച്ച്, ന്യൂനപക്ഷ പ്രാതിനിധ്യത്തെക്കുറിച്ചൊക്കെ വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉയരുന്നുണ്ട്. താങ്കൾ എങ്ങനെ കാണുന്നു അതിനെ? യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യത്തെ പറ്റി പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കലി മനസ്സിലല്ലേ കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ സ്റ്റാറ്റിസ്റ്റിക്കലി കൂടുതലുമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് സ്റ്റാറ്റിസ്റ്റിക്സാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പലപ്പോൾ 5ാം മന്ത്രി വിവാദം ഉണ്ടായപ്പോൾ നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമുക്കൊരു സർക്കാർ മന്ദിരവും ഒരു ലൈറ്റ് വെച്ചിട്ടുള്ളൊരു കാറും അല്ല എന്ത് കിട്ടിയെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്, അതിലേക്ക് എന്ത് കിട്ടിയെന്നുള്ളത്. അപ്പോൾ അത് ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്. എന്നാൽ കൂടി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇത് കുറച്ചും കൂടെ ന്യൂനപക്ഷത്തിൻ്റെ പ്രാതിനിധ്യം കൂട്ടേണ്ടതാണ്. അത് അവിടെ അവിടെ. പക്ഷേ ഇതൊരു CPM സംബന്ധിച്ചിടത്തോളം അവിടെ ആര് മന്ത്രി എന്നുള്ള വിഷയമല്ല, എന്താണ് അവർ എടുത്തിടാൻ പോകുന്ന നയങ്ങൾ എന്നുള്ളതാണ് ന്യൂനപക്ഷങ്ങൾ സംബന്ധിച്ച്. ഇപ്പോൾ ജലീൽ അപ്പുറത്തുണ്ടല്ലോ, ഞാൻ പറയാം, ജലീലും ഞാനും ഒക്കെ കൂടെ കഴിഞ്ഞ പാലോളി കമ്മിറ്റി മെമ്പർമാരായിരുന്നു ഇടതുപക്ഷത്തിന്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ ചോദിക്കട്ടെ, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയ ഏക സംസ്ഥാനം വെസ്റ്റ് ബംഗാളിൽ പൂർണ്ണമായിട്ട് നടപ്പാക്കിയില്ല, കേരളത്തിലാണ്. ഞാൻ പറഞ്ഞത് ഉദാഹരണമായിട്ട് ന്യൂനപക്ഷ മന്ത്രാലയം, ന്യൂനപക്ഷ കമ്മീഷൻ, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, നമ്മുടെ അറബി സർവകലാശാല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സകല മേഖല സംവരണം, ഇങ്ങനത്തെ എല്ലാ മേഖലകളിലും സംവരണം, പൂർണ്ണമായിട്ടുള്ള സംവരണം നമ്മൾ നടപ്പാക്കി. കിട്ടാത്ത ചില മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്, അവരുടെ സംവരണം കൂടെ നടപ്പാക്കി. അപ്പോൾ ആ നിലക്ക് ഒരു ഗവൺമെൻറ്റിൽ എൻ്റെ നയങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. പക്ഷേ പ്രതീകം എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും മനസ്സിലായില്ലേ ന്യൂനപക്ഷങ്ങൾക്ക് ഇത്. അപ്പോൾ ഇതിപ്പോൾ പറ്റിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതും കൂടെ അതിനെ പറയാം, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് പറഞ്ഞുതരാം. ഇവരുടെ കൂട്ടത്തിൽ ന്യൂനപക്ഷ MLA കുറവല്ലേ? ആർക്ക് കൊടുക്കും? അബ്ദുറഹ്മാൻ, അൻവർ മനസ്സിലായില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നൗഷാദ് ഇരവിപുരത്ത് വന്നിട്ടുള്ള ഇവരൊക്കെ ജസ്റ്റ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളൂ. നമുക്കൊരാളെ പിടിച്ച് മന്ത്രിയാക്കാൻ പറ്റുമോ? അപ്പം മന്ത്രിയാക്കാവുന്നതിൻ്റെ ചില ഫോർമുലകളുണ്ട്, ജില്ലകൾ നോക്കേണ്ടി വരും. ഡോക്ടർ കെ ടി ജലീലിൻ്റെ റിയാക്ഷൻ കൂടി ക്ഷമിക്കുന്നു. ഡോക്ടർ കെ ടി ജലീൽ, ഇവിടെ ന്യൂനപക്ഷ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള അതിൻ്റെ കുറവിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയരുമ്പോൾ തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച ചില പ്രവർത്തനങ്ങൾ, അതിൻ്റെ തുടർച്ച, അതൊക്കെ ആവശ്യങ്ങളായി ഉയർന്നു വരികയോ അതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടും എന്ന പ്രതീക്ഷകൾ ഉയരുകയോ ചെയ്യുന്നുണ്ട്. അതിലൊക്കെയുള്ള ശ്രദ്ധ ന്യൂനപക്ഷ പ്രാതിനിധ്യം രണ്ടിലൊതുങ്ങുമ്പോഴും ഉണ്ടാകില്ലേ? ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് എത്ര മന്ത്രിമാർ എണ്ണത്തിലല്ല പ്രശ്നം, നയപരിപാടികളിലാണ്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തും 2 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ മുസ്ലിം സമൂഹത്തിന് എന്താണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കിട്ടേണ്ടത് കിട്ടാതെ പോയിട്ടുള്ളത്? ന്യൂനപക്ഷ സാന്ദ്രീകൃത മേഖലകളിൽ അടിസ്ഥാന വികസനം എന്താണ് നടക്കാതെ പോയിട്ടുള്ളത്? നേരത്തെ ഫസൽ ഗഫൂർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ആ നിർദ്ദേശങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് പാലോളി കമ്മിറ്റിയെ നിയോഗിച്ചത്. ആ പാലോളി കമ്മിറ്റി നിരവധി ശുപാർശകൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. ആ ശുപാർശകളിൽ മഹാഭൂരിഭാഗവും ഇടതുപക്ഷ സർക്കാർ തന്നെ യാഥാർത്ഥ്യമാക്കി നടപ്പിലാക്കി. കഴിഞ്ഞ UDF സർക്കാർ അതിന്റെ തുടർച്ചയായുള്ള പരിപാടികളാണ്, നയങ്ങളാണ് പിന്തുടർന്നത്. അപ്പോ 2 അംഗങ്ങൾ മാത്രമായി എന്നുള്ളത് കൊണ്ട് ആ കാലയളവിൽ മുസ്ലിം സമുദായത്തിന് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും പ്രമാണിമാർക്ക് സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാക്കി മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിയെ ആരും ചുരുക്കി കാണേണ്ടതില്ല. മുസ്ലിം സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവൽഗന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ, അതാണ് മുഖ്യ പരിഗണനയാവേണ്ടത്. എണ്ണത്തിലല്ല പ്രശ്നം, വണ്ണത്തിലാണ് എന്ന് സാധാരണ പറയാറുണ്ടല്ലോ പലരും. വളരെയധികം നന്ദി ഡോക്ടർ കെ ടി ജലീൽ ഞങ്ങളോട് പ്രതികരിച്ചാൽ. ഞാൻ അവസാനമായി ശ്രീ കെ വേണുവിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ശ്രീ കെ വേണു, പ്രാദേശിക സന്തുലനം, വിവിധ വിഭാഗങ്ങളുടെ സന്തുലനം, ഇതൊക്കെ ഈ മന്ത്രിസഭയിൽ സാധ്യമായിട്ടുണ്ടോ? അത് സാധ്യമായിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നമായി പിന്നീട് വരാൻ സാധ്യതയുണ്ടോ? ഞാൻ ഇത്തരം കാര്യങ്ങൾ അത്ര സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. ഇപ്പം പറഞ്ഞ പോലെ തന്നെ നയങ്ങളാണ് പ്രശ്നം, ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്ന് വരുന്നു,
അതിൻ്റെ പ്രാതിനിധ്യം വേണോ എന്നൊക്കെ വേണ്ടെന്നുള്ള അഭിപ്രായം എനിക്കുന്നില്ല. പക്ഷേ എങ്കിൽ തന്നെ അതിനെക്കുറിച്ച് എങ്ങനെ ഞാൻ സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടില്ല. ആ രീതിയിലല്ല കണ്ടത് നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ നേരത്തെ ഇപ്പം ജലീലൊക്കെ പറഞ്ഞതിലൊരു വിഷയമുള്ളത് ആദിവാസി ദളിത് മേഖലകളിലൊക്കെ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ചെയ്യാൻ ചെയ്യും എന്നൊക്കെ വെറുതെ പറയുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം കഴിഞ്ഞൊരു 30-40 വർഷത്തെ കേരളത്തിന്റെ മൊത്തം ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ദളിത് വിഭാഗങ്ങൾക്കും ആദിവാസി വിഭാഗങ്ങൾക്കുമായിട്ട് ആയിരക്കണക്കിന് കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ചെലവാക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊരു സിംഹഭാഗം അവിടേക്ക് എത്തിയിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥ സംവിധാനവും രാഷ്ട്രീയ നേതൃത്വങ്ങളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് അത് വളരെ വിപുലമായ രീതിയിൽ ദുരുപയോഗപ്പെടുത്തപ്പെടുകയാണ്. കൃത്യമായ അഴിമതിയാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും എന്നുള്ള ഒരു വ്യത്യാസം ഇക്കാര്യത്തിലില്ല എന്നാണ് എനിക്ക് ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് കണ്ടിട്ടുള്ളത്. കുറേ അന്വേഷണങ്ങൾ ആദിവാസി മേഖലയിലൊക്കെ ഞാൻ നടത്തിയിട്ടുള്ളത് കൊണ്ട് കൂടിയാണ് ഞാനത് പറയുന്നത്. സർക്കാരിന്റെ പണം വെറുതെ ചെലവായി കളയുക എന്നുള്ളതല്ലാതെ അത് കുറേ ഉദ്യോഗസ്ഥന്മാരുടെയും കുറേ കോൺട്രാക്ടർമാരുടെയും അഴിമതിക്കാരുടെ ഇടയിൽ സാക്ഷിക്കാരുടെ ഇടയിൽ എത്തുക എന്നുള്ളതാണ്. ഇത് തിരുത്താനുള്ള സംവിധാനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വലിയൊരു ശ്രമമാണ്. അത് സുതാര്യമായ ഭരണ സംവിധാനം എല്ലാ മേഖലയിലും കൊണ്ടുവന്ന് അതിന് കൃത്യമായ മേൽനോട്ടം നൽകുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമായി പ്രവർത്തിക്കുന്ന സർക്കാരായിട്ട് വരികയാണെങ്കിൽ ഉണ്ട്. പക്ഷേ ഇതുവരെയുള്ള ചരിത്രം വെച്ചിട്ട് ഇടതുപക്ഷത്തിന് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഉടനെ പ്രതീക്ഷിക്കുന്നില്ല. ചെറിയ ശ്രമം വേണു, ഒപ്പം ഡോക്ടർ ഫസൽ ഗഫൂർ, ഡോക്ടർ TM തോമസ് ഐസക്, ഒപ്പം ഡോക്ടർ KT ജലീൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി പോളിമിക്സ് കാണാം.